മറ്റു വാർത്തകളിലെ കോഴിക്കോട് കൊയിലാണ്ടിയിൽ സ്വകാര്യ ബസ് ഡ്രെയിനേജിലേക്ക് താഴ്ന്നു. ഗതാഗത തടസ്സം മറികടക്കാൻ ബസ് ഡ്രെയിനേജിന് മുകളിലൂടെ കയറിയപ്പോഴായിരുന്നു അപകടം. നാട്ടുകാർ ചേർന്നാണ് ബസ് തള്ളിക്കയറ്റിയത്. ദൃശ്യ പുതിയടത്ത് വിവരങ്ങളുമായി ചേർന്നു. ദൃശ്യ, ഈ വെള്ളക്കെട്ട് കാരണം ഡ്രെയിനേജിന്റെ സ്ലാബ് കാണാതെയാണോ ബസ് ഓടിച്ചു കയറ്റിയത്? അജിംസ്, ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. ഈ നന്ദി റോഡിൽ ഇടയ്ക്കിടെ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാവുന്നതാണ്. ഈ തുടർച്ചയായി മഴ പെയ്യുന്നതിനാൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുമുണ്ട്. നമ്മൾ ഇതിനു മുൻപ് വാർത്ത നൽകിയിരുന്നു. റോഡിൽ നിറയെ കുണ്ടും കുഴിയുമാണ്. ഇത്തരത്തിൽ നിരവധി വാഹനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുഴിയിൽ വീണും ഡ്രെയിനേജിലേക്ക് ടയർ താഴ്ന്നുമൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു നന്ദിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബെസ്റ്റ് വേ എന്ന ബസ്, സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടത്. ഒരു ലോറി എഞ്ചിൻ ഓഫായതിനെ തുടർന്ന് ഈ റോഡിൽ ഓഫായി നിൽക്കുകയായിരുന്നു. ഇതേ തുടർന്നുള്ള ഗതാഗത തടസ്സം മറികടക്കാൻ വേണ്ടിയാണ് ബസ് ഡ്രെയിനേജിന് മുകളിലൂടെ കയറ്റിയത്. പക്ഷേ ഈ വെള്ളക്കെട്ടിൽ കുഴി കാണാതെ ടയർ കുഴിയിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു. ഇതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും കുറച്ച് വിദ്യാർത്ഥികളും ഒക്കെ കൂടിയാണ് ബസ് തള്ളിക്കയറ്റിയത്. കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് തന്നെ മറ്റൊരു ബസിന്റെ ടയറും ഡ്രെയിനേജിലേക്ക് താഴ്ന്നു പോയിരുന്നു. ഇതുകൂടാതെ 2 ദിവസം മുൻപ് റോഡിലെ കുഴിയിൽ ഒരു ലോറി മറിഞ്ഞും അപകടം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഈ റോഡിൽ ഈ മഴ കനക്കുന്നതിനെ തുടർന്നും ഇതുകൂടാതെ തന്നെ ഈ റോഡിലെ കുണ്ടും കുഴികളെ തുടർന്നും ഈ അപകടം ഉണ്ടാകുന്നത് പതിവാവുകയാണ്. അജിൻ.